ചന്ദ്രനോട് പറയാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളൂ. പണ്ട് അർജുനൻ വിട്ടൊരു അമ്പ്, ഇന്ന് ടി വിക്ക് ഉണ്ട് ഒരു പമ്പ്, ഇനി ചന്ദ്രൻ ഇവിടെ മുമ്പ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലല്ലേ മള്ളി? മള്ളി ഞാൻ എന്റെ സോൾമേറ്റിനെ കണ്ടു തോന്നുന്നു കേട്ടോ, ഒരു മഞ്ഞ കളർ കിളി. അതൊക്കെ ഓൾറെഡി 10 പേരുണ്ട് അവരുടെ സോള്. ഓയ്യോ മള്ളി അവ ആകെ 2 തവണ പ്രേമിച്ചുള്ളൂ, അതിലൊരു കൊച്ചുണ്ടായി. മള്ളി 10 തവണ പ്രേമിച്ചു ഇപ്പൊ തന്നെ. അങ്ങനെ മള്ളി ഒന്നും കൂടെ പ്രേമിക്കണം, എനിക്കൊന്ന് സന്തോഷിക്കണം. ചില്ലറ കഴയല ബാബു നിനക്ക്. ഒരൊറ്റ ന്യായമുണ്ട്. കാരണം മൊള്ളി അന്ന് പറഞ്ഞത് ചന്ദ്രന്റെ തൊളയാണ്, അല്ലെ ചന്ദ്രന്റെ ഹൃദയത്തിൽ തൊളയാണെന്നുള്ള കാര്യം മാത്രമാണ്. ബാബു ഇങ്ങേർക്ക് വേറെ ഇങ്ങേർക്കുണ്ടല്ലോ, ഒരു പെണ്ണിനെ സ്നേഹിച്ച് 2 മാസം കഴിയുമ്പോ ഇങ്ങേർക്ക് തുടങ്ങും അങ്ങ് കടി. ഇനി നിന്റെ ചന്തിയിലായിരിക്കും ബാബു തൊള. ഏതെങ്കിലും പെണ്ണിനെ സെറ്റാക്കാൻ നോക്കാം, ആ തൊള ഇങ്ങനെ ഉണ്ടാക്കും, എനിക്ക് ഉറപ്പാണ്. അതുണ്ട്, എല്ലാവർക്കും ഉള്ളത് പോലെ എന്നിലും ഉണ്ട്. അതിന് വേണ്ട മാറ്റണ്ട. അതിങ്ങനെ യൂസ് ചെയ്യും അങ്ങേര്. ഇല്ല ഞാൻ ഒരിക്കലും ഇല്ലാവത്തില്ലേ, ഇതൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ മള്ളിക്ക് എപ്പോഴേലും കിട്ടും. എന്തുള്ള അയ്യോ ചന്ദ്ര ഒറ്റ മള്ളിയുടെ കാര്യം രഹസ്യം പറഞ്ഞോട്ടെ. മള്ളി ചന്ദ്രനോട് പറയാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളൂ. പണ്ട് അർജുനൻ വിട്ടൊരു അമ്പ്, ഇന്ന് ടി വിക്ക് ഉണ്ട് ഒരു പമ്പ്, ഇനി ചന്ദ്രൻ ഇവിടെ മുമ്പ്. ഇത് പോയപ്പോ പറഞ്ഞായിരുന്നു. സ്റ്റോക്ക് ഇല്ലയോ, പെട്രോൾ ഇല്ലയോ? ഓ ചിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആദ്യം ചന്ദ്രു എത്ര പഠിച്ചാലും ശരി, ഞാൻ പറഞ്ഞ പോലെ മുകളിൽ 100 കോടി തന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് ഊമ്പ്. ഇത് തന്നെയാണല്ലോ നടക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ബാക്കി 50 കോടി ബാബുവിന് കൊടുക്കാം. നീ അത് ഇംപ്രസ് ചെയ്ത് വാങ്ങിച്ചോ ചന്ദ്ര. മതിലും ചാടി വണ്ടി ഓടിച്ചു കിട്ടിയില്ലെങ്കിൽ വന്ന മുട്ടിലിരി ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കി കൂടെ തന്നിട്ടുണ്ട് ചന്ദ്ര. കൊണ്ടുപോയി അണ്ണാ ഈ ഇതുണ്ടല്ലോ അണ്ണാ, ഞാൻ തുടങ്ങാൻ പോവാണേ. ഇവിടെ തുടങ്ങാൻ ഞാൻ കത്തി കയറാൻ പോവാണേ. ഒരു മാസം കഴിഞ്ഞിട്ട് അണ്ണ ഇവിടെ ഒന്ന് വരണം കേട്ടോ. ഇവിടെ അണ്ണാ ഇന്ന് വാടകയ്ക്ക് എടുത്ത ഈ കോട്ട് ഞാൻ നാളെ സ്വന്തമായിട്ട് നമ്മളിന്ന് ഇനാഗ്രേഷന് ഡാൻസ് കളിക്കാൻ വേണ്ടി എടുത്ത ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്ക് മോളെ. ആ പാട്ട് പാടി ചന്ദ്രൻ സ്റ്റോക്ക് ഇല്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഐശ്വര്യ അടിക്കാന്ന് വിചാരിച്ചപ്പോ സ്റ്റോക്ക് ഇല്ലല്ലോ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലല്ലേ മള്ളി? ബ്രാൻഡിങ് മാത്രം മാറ്റി. ഞാൻ വിജയ് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും സിറ്റിയിരുന്ന് ഞാൻ പോണേന്. പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ചന്ദ്രനെ മേടിച്ചു കേട്ടാ. അവൻ തന്നില്ല പേയ്മെന്റ്. 100 രൂപ കുട്ടിക്ക് ഓ അങ്ങനെ തന്നില്ലതല്ലേ? തന്നില്ല എന്നാണ് മനസ്സിലായ കാര്യമേ. അതല്ല മള്ളി സത്യം, ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ജീവിയിൽ അങ്ങനെ കേൾക്കൂ. സത്യം വേണ്ട, നമുക്ക് ഈ അച്ഛന്റെ കാര്യം വേണം, മാറ്റർ വേണം. സത്യം മുള്ളിക്ക് ഫീൽ ആവുന്നുണ്ടല്ലേ ഇടയ്ക്ക്? ബാബു ഫാമിലിയൊക്കെ എന്ത് പറയുന്നു? ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കണം മുള്ളി, കാരണം അവരൊക്കെ മണ്ണിന്റെ അടിയിലാണല്ലോ, ഞാൻ മാത്രമല്ലേ പുറത്തുള്ളൂ. ഈ പൈസ കൊടുക്കുമ്പോ ശ്രദ്ധിക്കണേ, സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഞാൻ വണ്ടിയും ചാടിച്ച് വന്നപ്പോ എന്റെ വണ്ടിയുടെ കണ്ടോ സ്റ്റോക്ക് ഇല്ലെന്നാ കാണിക്കുന്നത്. അയ്യോ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതേ ഉള്ളൂ, ഫസ്റ്റ് സ്റ്റോക്ക് ഇപ്പൊ വരും. ചന്ദ്രന് പൈസ കൊടുക്കുമ്പോ സ്റ്റോക്ക് ഒക്കെ നിറച്ചോന്ന് സ്റ്റോക്ക് നിറയ്ക്കാനാ പൈസ കൊടുത്തത്. മീനുക്കുട്ടി മോളെ ഇങ്ങോട്ട് വന്നേ. ബാബു ഞാൻ എന്റെ സോൾമേറ്റിനെ കണ്ടു തോന്നുന്നു കേട്ടോ, ഒരു മഞ്ഞ കളർ കിളി. അതൊക്കെ ഓൾറെഡി 10 പേരുണ്ട് അവരുടെ സോള്. ഓയ്യോ ഞാനൊരു കാര്യം പറയട്ടെ, ഇതാണ് മീനുക്കുട്ടി. എന്റെ മോളെ പോലെ ഞാൻ കാണുന്ന മോളെ. ഇത് എന്താ ചന്ദ്രന്റെ മോൻ. ഇത് ചന്ദ്രൻ മോൻ, ഇത് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇത് ബാലന്റെ ആണ് ശരിക്കുള്ള മോള്. ഇത് ബാലന്റെയോ? ആ ബാലന്റെ മോള് എന്ന് പറയുമ്പോ നമ്മുടെ മോളല്ലേ? അല്ല ബാലിന്റെ ഭാര്യയില്ലല്ലോ അതിന്.
പിന്നെ അതൊക്കെ നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി ബാബു? ആ അതൊക്കെ ഓൾറെഡി ആയി. ഇപ്പൊ 4 എന്താണോ അവന് ഭാര്യമാര്? മുള്ളി അവ ആകെ 2 തവണ പ്രേമിച്ചിട്ടു, അതിലൊരു കൊച്ചുണ്ടായി. മുള്ളി 10 തവണ പ്രേമിച്ചു ഇപ്പൊ തന്നെ. എടാ ഞാൻ ഇതൊക്കെ സംസാരിക്കേണ്ട ആവശ്യം നമുക്കിവിടെ ഉണ്ടോ? നമുക്ക് ഇതുപോലെ മോളെ പോലെ കാണാൻ ഓരോരുത്തരുണ്ടല്ലോ. നമുക്ക് അത് മതി. നമുക്ക് ഇതൊക്കെ സന്തോഷം. നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അത് സത്യം മുള്ളി, അത് സത്യം. അങ്ങനെ മുള്ളി ഒന്നും കൂടെ പ്രേമിക്കണം, എനിക്കൊന്ന് സന്തോഷിക്കണം. ചില്ലറ കഴിയല്ലേ ബാബു നിനക്ക്? ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടാ. വേറൊരു കാര്യം ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയാം. ബാ, അത് പറഞ്ഞില്ല പറ്റൂല. പരിപാടിയെ പറ്റി യാതൊരു ഇൻഫോയും നമുക്കില്ലായിരുന്നു. സ്റ്റേജ് കെട്ടിയതും തൊട്ട് പന്തലിട്ടതും തൊട്ട് സിനിമാറ്റിക് വീഡിയോയുടെ അങ്ങേ അറ്റം വരെ ഇവനാണ് ചെയ്തത്, ചന്ദ്രൻ. എന്നിട്ട് അവൻ തന്നെ എന്നിട്ട് ഇടക്കിടക്ക് ഈ സൂര്യബോസ് ഇല്ലേ, നീ വരുന്നതിന് മുമ്പ് എന്റെ അച്ഛന്റെ പമ്പ് എന്നൊരു നിന്റെ റേഡിയോ നിന്റെ ശബ്ദം കേട്ട വായിൽ ചാണകം തിരുവേനി. മറ്റേ എന്റെ അച്ഛന്റെ പമ്പ് നമ്മൾ പറയാനേ, ഈ പമ്പിൽ മൊത്തം പൈസ മൊത്തം ഈ പമ്പിന്റെ 80% ഫണ്ട് തെണ്ടി ഉണ്ടാക്കിയിട്ട് മുലലില്ലേ, തെണ്ടിലുള്ള ഒരു വിലയില്ലേ? എടാ അതൊന്നും എനിക്ക് കിട്ടിയില്ല. ആൾക്കാർ ചോദിച്ചാ പറയാൻ വേണ്ടിട്ട് ദേ എന്നെ ആ പോസ്റ്ററിന്റെ സൈഡിൽ ചെറുതായിട്ട് കണ്ട സൈഡില്. ശരി. അത് മാത്രമല്ല മള്ളി, നിന്നെ ഒന്നും വെച്ചിട്ടില്ല, പോസ്റ്ററിൽ പോലും വെച്ചിട്ടില്ല. ഞാൻ ഉള്ളതായിട്ട് അവന് ഓർമ്മ പോലും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഈ തന്തയ്ക്ക് വിളി കേൾക്കുമ്പോഴാണ് അവൻ എന്നെ ഓർമ്മ വരുന്നത്. ജോക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നില്ല. ഏറ്റവും ലാസ്റ്റ് സിനിമാറ്റിക് വീഡിയോ അവസാനം ഒന്ന് ബ്ലിങ്ക് ആയപ്പോ ഞാൻ വിചാരിച്ചു ജോക്കിയെ കാണിക്കാൻ വരുന്ന സീനായിരിക്കും. സാധാരണ അങ്ങനെയാണല്ലോ. അത് അതേപോലെ കോപ്പി ചെയ്ത് കളഞ്ഞ് എന്ത് പറയാൻ പറ്റുമെന്ന് പറയല്ലേ. അപ്പൊ കണ്ണ് നിറഞ്ഞൊരാൾ പുറത്തിരിപ്പുണ്ടല്ലേ സത്യം. പിന്നെ എന്നെ ആ സൈഡിൽ വെച്ചോണ്ട് പിന്നെ എനിക്ക് പിന്നെ ഒരു സന്തോഷം. അല്ല മള്ളി, ഞാൻ പറയാ, ഇന്ന് തന്നെ മൊള്ളിയുടെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞ എന്തെന്ന് അറിയുമോ? അത് 100 കോടി ചെലവുള്ള കാര്യമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഉദ്ഘാടനം അവർ സ്വന്തമായി ചെയ്യൂലായിരുന്നു. അല്ല നീ വേറൊരു കാര്യം ആലോചിച്ചേ. ഒറ്റ കാര്യം സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി കേട്ടാ. ആ 100 കോടി രൂപ ഞാൻ തെണ്ടി ആ പൈസ കൊടുത്തോണ്ട് മാത്രമാണ് ആ സിനിമാറ്റിക്സിൽ പോലും ഞാൻ വന്നത്. അത് ശരിയല്ലേ? അതിനകത്ത് തെണ്ടണ സീനാണ് മനസ്സിലായ മള്ളി. ആലോചിച്ച് ഈ സിനിമാറ്റിക്സ് എന്താന്ന് മനസ്സിലായി മള്ളി? പൈസ ഇട്ടവരെ വീഡിയോയില് കാണിക്കാന്ന് പറഞ്ഞിരുന്നു. അത് മുലലിയെ കൊണ്ട് കാണിക്കുമ്പോൾ ഒരുപാട് പേര് അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് മള്ളി ഇതൊക്കെ വന്നത്. മള്ളി ഇതെല്ലാം ബിസിനസ് ട്രിക്സ് ആണ്, അഡ്വർടൈസ്മെന്റ് ആണ് ഇതൊക്കെ. ബാബു കയ്യിൽ ഫുഡ് ഉണ്ടോ? ഉണ്ട്. തരുമോ? 2 തരാം. എടാ ഫോൺ കുത്തം ദേവി എന്റെ വൈഫൈ ഊരിവിടല്ലേടാ. അത് നീ മാത്രമേ കാണിക്കുള്ളൂ കെവിനെ, വേറെ ആരും കാണിക്കൂലേ? എന്താ തന്നത്? പരം. കേറുന്നുണ്ടല്ലോ. എനിക്കറിയാം എന്തേലും പറയാൻ വേണ്ടിട്ടാ തരുന്നേന്ന്. നീ ഒരു 5 രൂപ മുടക്കിയ 10 രൂപ കിട്ടാതെ നീ അത് പോവില്ലല്ലോ. നമ്മൾ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അല്ലേ മള്ളി? അതെ. അതിന് പോലെ എനിക്ക് സ്ഥിരമായിട്ട് ഒരാളില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. ഏതിനു മള്ളി? ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. അയ്യോ സത്യം മള്ളി, ഇപ്പൊ ഫ്രണ്ട്സ് ആരുമില്ലേ വേറെ? ഇവിടെ ആരുമില്ല. വേറെ ഒരാളുണ്ട്, ലൂസിയ. മിസ്റ്റർ എക്സിലുള്ള പണ്ട് മറ്റേ SPG എമർജൻസിയോ അയ്യോ RPGയോ അയ്യോ ലയോണിന്റെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, RDX. അല്ല അവരുടെ പേരെന്തായിരുന്നു? RDC. ഓ അതിലൊരു കുട്ടിയെ മള്ളി നോക്കിയിട്ടുണ്ടല്ലോ ഇതുപോലെ. അത് നടന്നില്ല. അത് നടക്കാതെ പോയതുകൊണ്ട് ഇതെങ്കിലും നടക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ട് എനിക്ക്. മിസ്റ്റർ എക്സ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഇത് എക്സ് ആവാതെ നോക്കണം. ഉള്ളതല്ല എക്സ് ആയി, ഇനി ഇതൂടെ ഉള്ളു. ഇതിന്റെ പേരിൽ തന്നെ പിന്നെ മിസ്റ്റർ എക്സ് ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് സങ്കടമില്ല. സത്യം ലൂസിയ എക്സ്. അതെ, ആരെങ്കിലും ചോദിച്ചാലും മിസ്റ്റർ എക്സ് ആയിരുന്നു പറഞ്ഞാൽ മതി. മള്ളി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലൂജിയെ വിളയ്ക്കാൻ വേണ്ടിട്ട് പണ്ട് എലിക്കിട്ട പോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാലോ? എന്ത് ചന്ദ്രൻ വണ്ടിയിലുള്ള സംഭവം? അല്ല എലി മുള്ളി വളച്ചത് ഓർമ്മ ഉണ്ടോ? അല്ല നമ്മുടെ റൊമാൻറ്റിക് സീൻ ഓർമ്മ ഉണ്ടോ ആകാശത്ത്? ഓ നീ പുറകെ നടന്ന ഓർമ്മയില്ല എന്റെ?
മുതലാളി എന്നെ വളച്ചത് നിനക്ക് ഓർമ്മയില്ലേ നീ എന്റെ പുറകെ നടന്ന ഓർമ്മയില്ലേ? വാസോണ എന്നെ കെട്ടണം പ്ലീസ്, എന്നെ പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന് ഓർമ്മയില്ലേ? ബാബു നിനക്ക് ഓർമ്മയില്ലേ? വാസു അണ്ണാന്നാ വിളിച്ചത്. എന്നെ കൊണ്ട് വാസു കണ്ട ഇങ്ങനെയാടാ, ഇതാണ് ബ്രേക്കപ്പിന്റെ മെയിൻ റീസൺ പോലും ഇത് തന്നെയാണ്. ഒരൊറ്റ ന്യായമുണ്ട്. കാരണം മുള്ളി അന്ന് പറഞ്ഞത് ചന്ദ്രന്റെ തൊളയാണ്, അല്ലേ ചന്ദ്രന്റെ ഹൃദയത്തിൽ തൊളയാണെന്നുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ മുരളി പ്രേമിച്ച മുരളി ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നാണ് മുരളി പറഞ്ഞത്. ചന്ദ്രന്റെ ഹൃദയത്തിൽ തൊള കാരണം ഇങ്ങേർക്ക് കെട്ടണം, ചന്ദ്രന് കുഞ്ഞേറെ കൊച്ചിനെ കാണണോ, ഇങ്ങേർക്ക് എന്നെ ഓർമ്മിപ്പിക്കരുത് ബാബു, എനിക്ക് പെരുത്ത് കയറുന്ന അങ്ങനെ പറഞ്ഞു മുരളി. എനിക്കൊന്നും ഓർമ്മയില്ല ബാബു. നീ ഇതൊക്കെ കുക്ക്ഡപ്പ് സ്റ്റോറീസ് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഇവളുമാരൊക്കെ ബ്രേക്കപ്പ് ആകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും തലയിൽ വെച്ച് തരണമല്ലോ. നമ്മളല്ലേ എക്സ്ട്രീം കുറ്റക്കാരായിട്ട് എൻഡ് ഓഫ് ദ ഡേ. ദൈവം പോലും പൊറുക്കത്തില്ല, ദൈവം പോലും. ശരിക്കും ആലോചിച്ച് നോക്കി, ഇത് ശരിക്കും ചന്ദ്രൻ, എനിക്കത് ഓർമ്മയുണ്ട്. ചന്ദ്രൻ മറ്റേ ക്യാൻസർ സെന്ററിൽ ഐ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് തൊല ഉണ്ടായിരുന്നു നെഞ്ചിൽ. അപ്പൊ മുരളിയോട് അതിൽ പോയി പറഞ്ഞു, അങ്ങനല്ലേ? അതാണ് സംഭവം. ഇനിയിപ്പോ ക്ലിയർ ഒന്നും ചെയ്യണ്ട ബാബു, അവൻ ക്ലിയർ ചെയ്യണ്ട. വിട്ടേരെ. എവിടാന്ന് വെച്ചാ പോട്ടെ, വിട്ടേരെ. ബാബു ഇങ്ങേർക്ക് വേറെ ഇങ്ങേർക്കുണ്ടല്ലോ, ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് 2 മാസം കഴിയുമ്പോ ഇങ്ങേർക്ക് തുടങ്ങും അങ്ങ് കടി. അപ്പൊ എന്ത് ഇങ്ങേര് വേറെ പോയി നോക്കും, മനസ്സിലായ? എന്നിട്ട് ഇനി നിന്റെ ചന്തിയിലായിരിക്കും ബാബു തൊള. ഏതെങ്കിലും പെണ്ണിനെ തെറ്റാക്കാൻ നോക്കാം, ആ തൊള ഇങ്ങനെ ഉണ്ടാക്കും, എനിക്ക് ഉറപ്പാണ്. അതുണ്ട്, എല്ലാവർക്കും ഉള്ളത് പോലെ എന്നിലും ഉണ്ട്. അതിന് വേണ്ട മാറ്റണ്ട, അതിങ്ങനെ യൂസ് ചെയ്യും അങ്ങേര്. എന്താ ബാബു ഇനി ഞാൻ നിന്നാ ഞാൻ വായിലിരുന്ന് ഇതൊക്കെ വിളിച്ചു പറയും. ഇല്ല, ഞാൻ ഒരിക്കലും ഏരിയാവത്തില്ലേ. ഇതൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ മുള്ളിക്ക് എപ്പോഴെങ്കിലും കിട്ടും. എന്തുള്ള എന്താ ബാബു? അയ്യോ, ഇത് വേറെ അല്ലായിരുന്നു, ജയിലിലായിരുന്നു. എലി പറഞ്ഞതാണ്, എന്റെ മുകളിലെ തൊഴിലെ പറ്റി എലിയാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. അത് പറഞ്ഞിട്ട് നാളെ ഏതെങ്കിലും പെൺപിള്ളേർ ഇങ്ങനെ വളയ്ക്കുമെന്നാണ് പറഞ്ഞേ. അങ്ങനെ എലി പറഞ്ഞ മുകളിൽ കേട്ടില്ലേ? അപ്പൊ ഞാൻ കേട്ടു. പിന്നെ ഇവളെ വാ തുറന്ന ഇതുപോലത്തെ ഡയലോഗ്, ഇതാണ് ബ്രേക്കപ്പ് കാരണം. ഇത് തന്നെ. ഞാൻ കുറച്ചിൽ സപ്പോർട്ട് ചെയ്ത് തന്നെ, പക്ഷെ വെറുതെ അനാവശ്യമായി എന്റെ പരിശീലനം ആവശ്യമില്ലായിരുന്നു. നമ്മൾ മാന്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ബാബുവിന്റെ ചന്തി അതിൽ ഡ്രാഗ് ചെയ്യേണ്ട എന്താ ആവശ്യം ഉണ്ടായിരുന്നു? സത്യം, ഒരാളുടെ ചന്തി ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ കാര്യമല്ല. ചന്തി ആണെങ്കിലും കുഴപ്പമില്ല, ചന്തി ഡീറ്റെയിൽ ആയിട്ട് ഡെഫിനിഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഞാൻ സ്കൂൾ ടീച്ചറാണ്, അപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ചാണ് പിള്ളേരെ പഠിപ്പിക്കാറ്. അപ്പൊ ഞാൻ കുട്ടികളുടെ ചന്തിയിൽ തല്ലി ഇത് മാത്രമേ ഓർമ്മ ഉള്ളൂ. ഇപ്പൊ അല്ല, എക്സാമ്പിൾ വെച്ചാ എല്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ കൂടി പോ ചേട്ടാ, നമുക്ക് ഇടയ്ക്ക് സ്കൂളിലൊക്കെ ഒന്ന് പോണം കേട്ടാ. എന്റെ സ്കൂൾ തുറക്കട്ടെ, എന്റെ സ്കൂൾ പുതിയ ബാബു, എന്റെ സ്കൂളിൽ 2ാമത്തെ ഉദ്ഘാടനമാണ് അടുത്ത ആഴ്ച വരണേ. ആദ്യത്തെ പൂട്ടിയോ? അപ്പോ ഇല്ല, ഞങ്ങൾ പുരോഗമനം ഉണ്ടാക്കി. ഓ, പുരോഗമനം 5 പിള്ളേരല്ലേ 4-ന്? അതെ. അപ്പൊ ഏതെങ്കിലും പെണ്ണിന് ഇനി ഏതെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോയി വളച്ചോ കേട്ടോ. ഓൾറെഡി സെറ്റാണ്. കണ്ടാടാ ഇങ്ങേരുണ്ടല്ലോ, ഇങ്ങേര് പഠിച്ച കാമക്കണ്ണനാണ്, നിനക്ക് അറിയത്തില്ല ഇങ്ങേരെ. പിന്നെ ബാബു ഒരുത്തി പോയെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ സന്യാസിയായിട്ട് ജീവിക്കണോ? പിന്നെ നിങ്ങളെ ഇട്ടിട്ട് പോയതല്ല, നിങ്ങൾക്ക് മറ്റേ ഫാന്റസി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? വേറെ എന്ത് ഫാന്റസി? നിനക്കേ ബാബു, നിനക്കേ സ്വപ്നക്കൂടിനകത്ത് പൃഥ്വിരാജിനെ അറിയാമോ നിനക്ക്? അതിന്റെ ജീവിക്കുന്ന എക്സാമ്പിൾ ആണ് ഇങ്ങേര്. കണ്ടാ? ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി. ഞാനൊന്നുമില്ല. പണ്ടൊക്കെ പറഞ്ഞാ പിന്നത്തേക്കാരും ദൈവം വെച്ചിരിക്കണത്. ഇപ്പൊ അങ്ങനല്ല ബാബു. ഇപ്പൊ അപ്പോഴാ സ്പോട്ടില് കള്ളം പറയുന്നവരെ തല ഇടുത്തി വിട്ടതൊക്കെ കേട്ടിട്ടില്ലേ? ഇതേ കിടക്കണ കള്ളി പന്നി കച്ചവടക്കാരനോട് ഒളിച്ചോടിയവള്. ശരിക്കും ബ്രേക്കപ്പ് റീസൺ അതായിരുന്നു, പന്നി കച്ചവടക്കാരനോട്. അവനാണല്ലോ ബ്രേക്കപ്പ് റീസൺ. ഇവളാണ് കിടക്കണ കള്ളി. അവളും ഇവരും കൂടെ പ്ലാൻ ചെയ്ത ഇതൊക്കെ. ലാസ്റ്റില് ബ്ലെയിം അല്ല എന്റെ തലയിൽ വരണത്. സത്യമല്ലേ? എന്റെ മുന്നിൽ എനിക്കറിയില്ല, എന്റെ നല്ലൊരു പയ്യനായിരുന്നോ ഒറ്റ റീസൺ. ക്യാൻസർ ക്യാൻസർ വന്ന് ചത്തില്ലേ? അപ്പൊ ഇല്ല,
ഗ്യാപ്പ് എടുത്ത് പോവാണെന്ന് പറഞ്ഞ് അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തിരിച്ചു വന്നത്.